ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ അസിൻ്റെ പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഈസിയായി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം പരിപ്പ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സാമ്പാർ പരിപ്പാണ്. നമുക്ക് ചുവന്ന പരിപ്പും ഇതിനു വേണ്ടി എടുക്കാം. രണ്ടും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു തക്കാളി, പിന്നെ മുരിങ്ങക്കായ, പിന്നെ ഒരു 10 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ കുക്കറിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു ഹാഫ് വേവാകുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ ഹാഫ് വേവായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 മുരിങ്ങക്കായാണ് ചേർക്കുന്നത്. മുരിങ്ങക്കായ കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വീണ്ടും വേവിക്കുക. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റേ അടുപ്പിലേക്ക് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് നടുവേ കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കാറുണ്ടോ? അപ്പോൾ അസപ്പം പരിപ്പ് കറി വെക്കുമ്പോഴും ഈ ഒരു രീതിയിലേ വെക്കും. നല്ല ടേസ്റ്റാണ് ഈ ഒരു പരിപ്പ് കറിക്ക്. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയും സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മുരിങ്ങക്കായൊന്നും ഉടഞ്ഞു പോവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ എന്തായാലും മുരിങ്ങക്കായ ഉടഞ്ഞു പോകും. അപ്പോൾ ഈ സമയത്ത് പരിപ്പ് കറി നല്ല തിക്കായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ തിളച്ച വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചവെള്ളം ഇതിലൊഴിക്കരുത്, നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് പോകും. ഞാൻ ഒരു 1/2 കപ്പോളം തിളച്ച വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിയായ പരിപ്പ് കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടില്ലേ, തീർച്ചയായും ഉണ്ടാക്കി നോക്കേണ്ട ഒരു പരിപ്പ് കറി തന്നെയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും സൈഡായിട്ട് പോകുന്ന നല്ല ടേസ്റ്റിയായ പരിപ്പ് കറിയാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ മല്ലിയില ചേർത്തത്. അപ്പോൾ അസിയിൽ കറിവേപ്പില തന്നെയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലേ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക.
നമ്മൾ സാധാ കുക്കറിലല്ലേ പരിപ്പ് കറി ഉണ്ടാക്കാറുള്ളത്. അതിൻ്റെ ടേസ്റ്റ് വേറെ, ഇതിൻ്റെ ടേസ്റ്റ് വേറെ. പിന്നെ പല രീതിയിലും പരിപ്പ് കറി വെക്കാറുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു പരിപ്പ് കറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കി അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ അതേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.